ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് A20 എന്ന മോഡലിന്റെ സിം ഇഷ്യൂ ആണ്. ഇതിനകത്ത് സിം 2 മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, സിം 1 വർക്ക് ചെയ്യുന്നില്ല. അതാണ് ഈ ഫോണിന്റെ കംപ്ലൈന്റ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താ ഡാമേജ്. സെറ്റിംഗ്സിൽ കയറി ചെക്ക് ചെയ്യുന്ന ടൈമിലും സിം 2 മാത്രമാണ് ആക്ടിവേറ്റ് ആകുന്നത്, സിം 1 കാണിക്കുന്നില്ല. നോ സിം എന്നാണ് ഈ ഒരു ഇഷ്യൂ കാണിക്കുന്നത്. ഇനി എന്താണ്, നമ്മൾ ഫോൺ അയച്ച് സിമ്മിന്റെ ഓരോ കണക്ഷൻസും ചെക്ക് ചെയ്ത് നോക്കണം. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വോൾട്ടേജും അതിന്റെ ഡേറ്റ ലൈൻസ് എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ നമുക്ക് ചെക്ക്. ബോർഡിൽ ഫിസിക്കൽ ഡാമേജോ വാട്ടർ ഡാമേജോ ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, സിമ്മിന്റെ കണക്ഷൻസ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു ബോർഡിൽ ബി സിമ്മിന്റെ ഭാഗത്താണ് ഷോർട്ടായിട്ട് കാണിക്കുന്നത്. ഗ്രൗണ്ട് കൂടാതെ ബി സിമ്മും ഷോർട്ടായിട്ടാണ്. ബി സിമ്മിന്റെ ഭാഗത്താണ് നമുക്ക് ട്രേസ് ചെയ്യുന്നത്, കാരണം ബി സിമ്മിന്റെ ഭാഗത്ത് നമുക്ക് ഷോർട്ടാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ബോർഡിനെ ഓപ്പൺ ചെയ്തിട്ട് ബി സിമ്മിന്റെ ഭാഗത്ത് ട്രേസ് ചെയ്യാം. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ബി സിമ്മാണ് നമ്മുടെ ഷോർട്ടായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ബി സിമ്മിന്റെ ഭാഗത്താണ് ട്രേസ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്താണ് സിം 1 എന്ന് കാണിക്കുന്നത്. നമ്മൾ ട്രേസ് ചെയ്ത് പോകുന്നു. ഈ സിമ്മിൻ്റെ ഭാഗത്തിൽ ആദ്യം വരുന്ന കമ്പൗണ്ടാണ് ഈ ഒരു കപ്പാസിറ്റർ. നമുക്കെന്താ, ഈ ഒരു കപ്പാസിറ്റർ ചെക്ക് ചെയ്ത് നോക്കാം, ഷോർട്ടാണോ നല്ലതാണോ. ഈ കപ്പാസിറ്റർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ഭാഗത്തിൽ ഈ ഒരു കപ്പാസിറ്ററാണ് ഇത് ഷോർട്ടായിട്ട് കാണിക്കുന്നത്. നമുക്കെന്താ, ഈ ഒരു കപ്പാസിറ്റർ റിമൂവ് ചെയ്തിട്ട് ചെക്ക്. ഓക്കെ, നമ്മൾ കപ്പാസിറ്റർ ചെക്ക് ചെയ്യുന്ന ടൈമിലും എന്താണ് ഷോർട്ടാണ്, വെളി വെച്ച് ചെക്ക് ചെയ്യുന്ന ടൈമിലും ഷോർട്ട്. നമ്മൾ അതേ സെയിം വാല്യുള്ള കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഫോൺ ഓൺ ആക്കി, നമ്മൾ ഫോൺ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് സിം ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ്, സിം 1ഉം 2ഉം ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. സിം 1ന്റെ കംപ്ലൈൻറ്റ് എന്തായിരുന്നു, ആ കപ്പാസിറ്റർ ഷോർട്ടായിരുന്നു. ആ ഷോർട്ട് മാറ്റി പറഞ്ഞ് സിം 1 റെഡി ആയിട്ടുണ്ട്.